സിനിമാ ലോകത്ത് ഏറെ ആരാധകരുള്ള താരങ്ങളാണ് മമ്മൂട്ടിയും മകൻ ദുൽഖർ സൽമാനും. മമ്മൂട്ടിയുടെ മകനെന്ന ലേബലിൽ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ദുൽഖർ തൻ്റെതായ സ്ഥാനം നേടിയെടുത്തിരുന്നു. പാൻ ഇന്ത്യൻ തലത്തിൽ സ്റ്റാർ എന്ന ദുൽഖർ ആണ് ഇപ്പോൾ. എന്നാൽ ദുൽഖറിനെയും മമ്മൂട്ടിയും ഒന്നിച്ച് സ്ക്രീനിൽ കാണാനുള്ള ഭാഗ്യം ഇതുവരെയും ആരാധകർക്ക് ലഭിച്ചില്ല. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായ ലോക ചാപ്റ്റർ 1 ഇരുവരും ഒന്നിക്കുമെന്നാണ് സൂചന ലഭിച്ചിരുന്നു. ലോക യൂണിവേഴ്സിറ്റിയിൽ ഒടിയൻ അല്ലെങ്കിൽ ചാർലിയായി ദുൽഖർ എത്തുമ്പോൾ മൂത്തോൻ എന്ന കഥാപാത്രമായി വേഷമിടുന്നത് മമ്മൂട്ടിയാണ്. ലോകയുടെ വരും ഭാഗങ്ങളിൽ മൂത്തോനും ഒടിയനും തമ്മിലുള്ള ഫേസ് ഓഫ് ഉണ്ടാകുമെന്ന് സംവിധായകൻ അറിയിച്ചിരുന്നു. എന്നാൽ ലോക 2 മുമ്പ് ഇരുവരും ഒന്നിച്ചേക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദുൽഖർ നായകനായി ഇനി പുറത്തിറങ്ങാനുള്ള അയാൻ ഗെയിമിൽ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഉണ്ടായേക്കുമെന്ന് അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. വൻ ബജറ്റിലൊരുങ്ങുന്ന മാസ് ആക്ഷൻ സ്പോർട്സ് ത്രില്ലർ ഇരുവരും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ സിനിമാ പ്രേമികൾ അതൊരു വിരുന്നാകും എന്ന് ഉറപ്പാണ്. കൊച്ചിയിൽ അയാൻ ഗെയിമിന്റെ സെറ്റിൽ മമ്മൂട്ടി എത്തിയത് വലിയ വാർത്തയായിരുന്നു. ലോകയുടെ വിജയത്തിന് തൊട്ടു പിന്നാലെയാണ് മമ്മൂട്ടിയുടെ സന്ദർശനം. എന്നാൽ അദ്ദേഹം സിനിമയുടെ ഭാഗമാകില്ലെന്ന് പലരും വ്യക്തമാക്കിയിരുന്നു. അയാൻ ഗെയിമിൽ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ ഉണ്ടെങ്കിൽ തിയേറ്റർ ഇളക്കി മറിയുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. അയാൻ ഗെയിമുമായി ക്ലാഷിനൊരുങ്ങുന്ന ഖലീഫയിലും വമ്പൻ കാമിയോ ഉണ്ട്. മാമ്പറക്കൽ അമീർ അലിയായി പൃഥ്വിരാജ് വേഷമിടുമ്പോൾ ചിത്രത്തിൽ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന അധോലോക രാജാവായി എത്തുന്നത് മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലാണ്. പൃഥ്വിക്കും മോഹൻലാലിനും പുറമെ ടൊവിനോയും ഖലീഫയുടെ ഭാഗമാകുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. രണ്ട് ഭാഗങ്ങളായി ഒരുക്കുന്ന ഖലീഫയുടെ ആദ്യ ഭാഗത്തിൽ 10 മിനിറ്റ് മാത്രമാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. രണ്ടാം ഭാഗത്തിന് ഷൂട്ട് അടുത്ത വർഷം പകുതിയോടെ ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. പൃഥ്വിയും ടൊവിനോയും കച്ചകെട്ടി ഇറങ്ങുമ്പോൾ ഓണം ക്ലാഷിൽ ഇത്തവണ തീപാറുമെന്ന് ഉറപ്പാണ്.